അമ്മ പ്രസവിച്ചത് 14ാമത്തെ കുട്ടിയാണ് ഞാൻ. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു ചെറിയ പ്രായത്തിൽ. പിന്നെ 2 സഹോദരങ്ങൾ, മൂത്തവര്, അങ്ങനെ 3 പേരാണ്. ഒരു 5ാം തരം ആവുമ്പോൾ പഠനം അവസാനിപ്പിക്കുക, വീടിത്തൊഴിലിന് പോവുക. കുട്ടികൾ പോയിട്ട് നൂല് കെട്ടി. സ്കൂളിലെ അധ്യാപകനും മാനേജറുമായിട്ടുള്ള അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അവനെ ഇപ്പം അതിനൊന്നും വിടരുത്, നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഭൂതപ്രേത പേടിയായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ കുട്ടികൾ? ഭയങ്കര പേടിയായിരുന്നു, ചെറിയ പേടിയല്ല. ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞു കഥാപ്രസംഗം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. സംഭവ ബഹുലമായ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം പിതാവിന്റെ വേർപാടും കടുത്ത ദാരിദ്ര്യവും തളർത്താത്ത പോരാട്ടവീര്യം, പഠനം തുടരാൻ കൈത്തറി നെയ്ത്തുശാലയിൽ ജോലി ചെയ്യേണ്ടി വന്ന ബാല്യം, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, ആ വിപ്ലവ കലാലയമാണ് വിജയൻ എന്ന രാഷ്ട്രീയക്കാരനെ ചെത്തിമിനുക്കിയത്. KSFിലൂടെ തുടങ്ങിയ ആ യാത്ര വിദ്യാർത്ഥി സമരങ്ങളുടെ നേതൃനിരയിലേക്ക് എത്തിച്ചു. 24ാം വയസ്സിൽ ജില്ലാ കമ്മിറ്റി അംഗം, 1970-ൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA. അപ്പോഴേക്കും രാഷ്ട്രീയ കേരളം ആ പേര് അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു, പിണറായി വിജയൻ. 1975 അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ. വിട്ടുവീഴ്ചയില്ലാതെ ശബ്ദമുയർത്തിയ പിണറായിയെ ഭരണകൂടം തടവറയിലാക്കി. ലോക്കപ്പിലെ ക്രൂരമായ പീഡനങ്ങൾക്കും ആ കരുത്തനായ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോവീര്യം തകർക്കാനായില്ല. 1977 മാർച്ച്, ചോര പുരണ്ട തന്റെ ഷർട്ട് നിയമസഭയിൽ ഉയർത്തിപ്പിടിച്ച് ആഭ്യന്തരമന്ത്രിക്ക് നേരെ അദ്ദേഹം വിറയ്ക്കാത്ത ശബ്ദത്തിൽ സംസാരിച്ചു. ആ വാക്കുകൾ ഇന്നും ചരിത്രത്തിന്റെ ഭാഗം. നായനാർ മന്ത്രിസഭയിലെ മികച്ച മന്ത്രി, പിന്നീട് നീണ്ട 18 വർഷങ്ങൾ പാർട്ടിയെ നയിച്ച കരുത്തനായ സെക്രട്ടറി. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വം കേരള ചരിത്രത്തിൽ പോരാട്ട വീര്യത്തിന്റെ പര്യായമായി മാറി. ഭൂതപ്രേത പിശാചുകളെ പേടിച്ചോടിയ ബാലനിൽ നിന്നും മുഖ്യമന്ത്രിയായ ശേഷം പ്രളയത്തിന്റെ ദുരിതങ്ങളും കോവിഡിന്റെ ഭീകരതയുമൊക്കെ സധൈര്യം നേരിട്ട നേതാവ്. നാടിന്റെ അത്തരം പ്രതിസന്ധികളിൽ ജനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒറ്റക്കെട്ടായി അണിനിരത്തിയ ക്യാപ്റ്റൻ. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ ഈ പുതിയ മുഖം പിണറായി വിജയന്റെ കരുത്തുറ്റ നേതൃത്വത്തിന്റേതാണ്.